Hi friends, ഈ വീഡിയോയിൽ നമുക്ക് വീൽ അലൈൻമെന്റിനെ കുറിച്ചും എന്താണ് വീൽ അലൈൻമെന്റ് എന്നും അല്ലെങ്കിൽ ഏതൊക്കെ തരത്തിലുള്ള ആംഗിളുകളാണ് ഇതിനകത്ത് വന്നിട്ടുള്ളതെന്നും അത്തരം കാര്യങ്ങളെക്കുറിച്ച് ഒന്ന് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. വാഹനങ്ങൾക്കെല്ലാം പ്രോപ്പർ ആയിട്ടുള്ള സ്ട്രെയിറ്റ് ലൈൻ പെർഫോമൻസ് അത് സ്റ്റേബിൾ ഡ്രൈവിങ്ങിന് വേണ്ടിയിട്ട് മസ്റ്റ് ആയിട്ടുണ്ടായിരിക്കണം. അതുപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് വാഹനം പ്രോപ്പറായിട്ട് കോർണർ തിരിയുക അല്ലെങ്കിൽ വളവ് തിരിയുക എന്ന് പറയുന്നത്. വളവ് തിരിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റിയറിംഗ് വീൽ സ്ട്രൈറ്റ് ആവുക, അതുപോലെ തന്നെ ടയർ വിയർ അല്ലെങ്കിൽ സസ്പെൻഷൻ കോമ്പണൻസിലുള്ള ഡാമേജസ് കുറയ്ക്കുക തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വാഹനങ്ങളുടെ വീലുകൾ മൗണ്ട് ചെയ്തിരിക്കുന്നത് ഒരിക്കലും ഒരു വെർട്ടിക്കൽ ആംഗിളിലല്ല, അതൊക്കെ ഒരു പ്രത്യേക ആംഗിളുകളിലാണ് കൊടുത്തിരിക്കുന്നത്. ഇത്തരം ഈ ആംഗിളുകളെ പറയുന്ന പേരാണ് വീൽ അലൈൻമെൻറ്റ്. അപ്പോൾ ഇത്തരം വീൽ അലൈൻമെൻറ്റിൽ ഒരുപാട് ആംഗിൾസുകൾ കൊടുത്തിട്ടുണ്ട്. അതിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാം, പ്രൈമറി ആംഗിൾ എന്നും അതുപോലെ തന്നെ സെക്കൻഡറി ആംഗിൾസ് എന്നും. അതിനകത്ത് പ്രൈമറി ആംഗിൾ എന്ന് പറയുന്നതാണ് ഏറ്റവും മേജർ ആയിട്ടുള്ള ആംഗിളുകൾ. അതിന് മെയിനായിട്ട് 3 ആംഗിളുകളാണ് പറയുന്നത്: കാസ്റ്റർ ആംഗിൾ, കാമ്പർ ആംഗിൾ, ടോ. അത് ഫ്രണ്ട് വീലിലും അതുപോലെ തന്നെ റിയർ വീലിലും ഇതുണ്ടാവാറുണ്ട്. എല്ലാ വാഹനങ്ങളിലും ഫ്രണ്ട് വീലിലും റിയർ വീലിലും ഇതുണ്ടാവണം നിർബന്ധമില്ല. പക്ഷേ ഫ്രണ്ട് വീലിൽ എന്തായാലും എല്ലാ ഫ്രണ്ട് വീലുകളിലും എല്ലാ വാഹനങ്ങളിലും ഇതുണ്ടായിരിക്കും. ചില പർട്ടിക്കുലർ വാഹനങ്ങളിൽ റിയർ വീലിലും ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരിക്കും. എന്നാൽ റിയർ വീലിൽ കാസ്റ്റർ ആംഗിൾ ഉണ്ടായിരിക്കില്ല, ഫ്രണ്ട് വീലിൽ മാത്രമാണ് കാസ്റ്റർ ആംഗിൾ ഉണ്ടായിരിക്കുക. അപ്പോൾ കാസ്റ്റർ ആംഗിൾ ഫ്രണ്ടിൽ മാത്രം, ക്യാമ്പർ ഫ്രണ്ട് ആൻഡ് റിയർ, ടോ ഫ്രണ്ട് ആൻഡ് റിയർ. ഇങ്ങനെയാണ് സാധാരണ പ്രൈമറി ആംഗിൾസ് എന്ന് പറയുക. എന്നാൽ അതിനോടുകൂടി തന്നെ ഒരുപാട് സെക്കൻഡറി ആംഗിളുകളും നമുക്ക് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഈ സെക്കൻഡറി ആംഗിളുകൾ ഏതൊക്കെയാണെന്ന് വെച്ചാൽ SAI സ്റ്റിയറിംഗ് ആക്സിസ് ഇൻക്ലിനേഷൻ അല്ലെങ്കിൽ കിങ് പിൻ ഇൻക്ലിനേഷൻ എന്ന് പറയാം. അതുപോലെ തന്നെ ടൂട്ട് എന്ന് പറയും, ടോ ഔട്ട് ഓൺ ടേൺസ്. അതുപോലെ ഇൻക്ലൂഡഡ് ആംഗിൾ, ത്രസ്റ്റ് ആംഗിൾ, സെറ്റ് ബാക്ക് തുടങ്ങിയ ഒരുപാട് സെക്കൻഡറി ആംഗിളുകളുണ്ട്. അപ്പോൾ വീൽ അലൈൻമെൻറ്റിനെ കുറിച്ച് പഠിക്കുക എന്ന് പറയുന്നത് ഒരുപാട് തന്നെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ട ഒരു ഏരിയ തന്നെയാണ്. കാരണം ഇത് നമ്മൾ ചെക്ക് ചെയ്യുന്ന സമയത്തും അതുപോലെ തന്നെ അഡ്ജസ്റ്റ് ചെയ്യുന്ന സമയത്തും ഇത് എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യണം, എന്തിന് അഡ്ജസ്റ്റ് ചെയ്യണം, എത്ര അഡ്ജസ്റ്റ് ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ട് അറിഞ്ഞിരിക്കണം. ഇനി ഇത്തരം ആംഗിളുകളെല്ലാം സാധാരണ പറയുന്നത് ഡിഗ്രിയിലാണ് പറയുക. അതായത് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ക്യാമ്പർ ആംഗിൾ 1 ഡിഗ്രി 15 മിനിറ്റ് എന്ന് പറയാം. അപ്പോൾ ഡിഗ്രി മിനിറ്റിലാണ് ഇത് സാധാരണയായിട്ട് പറയാം. അപ്പോൾ ഒരു ഡിഗ്രി എന്ന് പറയുന്നത് 60 മിനിറ്റ് ആണ്. അപ്പോൾ 60 മിനിറ്റ് ഉണ്ടെങ്കിൽ അതിനെ നമ്മൾ 1 ഡിഗ്രി എന്ന് പറയും. പിന്നെ അപ്പോൾ ആരും 65 മിനിറ്റ് എന്ന് പറയില്ല. 65 മിനിറ്റിന് പകരം എന്ത് പറയും? 1 ഡിഗ്രി 5 മിനിറ്റ് എന്ന് പറയും. അപ്പോൾ ഈ ആംഗിളുകളൊക്കെ നമ്മൾ കണ്ണുകൊണ്ട് നേരെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് ഇത് മനസ്സിലായില്ല എന്ന് വരും, അല്ലെങ്കിൽ കാണാൻ പറ്റില്ല. കാരണം ഈ ആംഗിളുകൾ വളരെ ചെറിയ ഡിഗ്രിയിൽ മാത്രമാണ് കൊടുത്തിരിക്കുന്നത്. എന്നാൽ ചില വാഹനങ്ങളിൽ ഒരു എക്സാമ്പിൾ പറയാം, ആപ്പെ പോലുള്ള വാഹനങ്ങളിലൊക്കെ നമുക്ക് റിയറിൽ നോക്കിക്കഴിഞ്ഞാൽ അതിൻ്റെ 2 വീലുകളും ഇങ്ങനെ പുറത്തേക്ക് ഇങ്ങനെ ഇരിക്കുന്നതായിട്ട് കാണാൻ സാധിക്കും. ഇത് വളരെ എവിഡൻ്റ് ആയിട്ട് കാണാൻ സാധിക്കും. ഇത് പക്ഷേ എല്ലാ വാഹനങ്ങളിലും ഇതുപോലെ കാണാനായിട്ട് സാധിക്കില്ല. അപ്പോൾ എന്തുകൊണ്ടാണ് ഈ ആംഗിളുകൾ കൊടുത്തിരിക്കുന്നതെന്നും ഈ ആംഗിളുകളുടെയൊക്കെ പ്രത്യേകത എന്താണെന്നും ഇനി വരുന്ന വീഡിയോയിൽ നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ ഈ ഡിഗ്രി അല്ലെങ്കിൽ മിനിറ്റ് തുടങ്ങിയ കാര്യങ്ങൾ വളരെ കൃത്യമായിട്ട് അറിഞ്ഞിരിക്കേണ്ടത് ഇതിൻ്റെ അഡ്ജസ്റ്റ്മെൻറ്റ്, പ്രത്യേകിച്ച് മെഷീൻ വെച്ച് വീൽ അലൈൻമെൻറ്റ് മെഷീൻ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യുമ്പോൾ അറിഞ്ഞിരിക്കേണ്ടത് തന്നെയാണ്. അപ്പോൾ ഇതിനകത്ത് പോസിറ്റീവ് ഉണ്ടായിരിക്കാം, അതുപോലെ തന്നെ നെഗറ്റീവ് ഉണ്ടായിരിക്കാം. എന്താണ് പോസിറ്റീവ് 1 ഡിഗ്രി, എന്താണ് നെഗറ്റീവ് 1 ഡിഗ്രി എന്ന് തുടങ്ങിയ കാര്യങ്ങളൊക്കെ അറിഞ്ഞിരിക്കേണ്ടത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതുപോലെ ഈ ആംഗിളുകൾ നേരത്തെ പറഞ്ഞ കണ്ണുകൊണ്ട് കാണാൻ വളരെ ബുദ്ധിമുട്ടാണ്. അതുകൊണ്ട് തന്നെ ഇത് ഇമാജിനറി ആയിട്ട് മനസ്സിലാക്കേണ്ടതും നമ്മുടെ മനസ്സിൽ അത് കൃത്യമായിട്ട് വരേണ്ടതും വളരെ അത്യാവശ്യമാണ്. എന്തെങ്കിലും മാത്രമേ വീൽ അലൈൻമെൻറ്റിനെ കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. അപ്പോൾ വളരെ ബേസിക് ആയിട്ടുള്ള വീൽ അലൈൻമെൻറ്റ് എന്താണെന്നും ഏതൊക്കെ ആംഗിളുകളാണ് എന്നും ഈ വീഡിയോയിൽ നിന്ന് മനസ്സിലായി വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ വീൽ അലൈൻമെൻറ്റ് എപ്പോൾ ചെയ്യണം തുടങ്ങിയ കാര്യങ്ങളെക്കുറിച്ച് മനസ്സിലാക്കാം. അതിനുശേഷം വരുന്ന വീഡിയോയിൽ നമുക്ക് ഓരോ ആംഗിളുകളെ കുറിച്ചും വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീൽ അലൈൻമെൻറ്റിൻ്റെ മറ്റൊരു ഭാഗമായി വീണ്ടും കണ്ടുമുട്ടാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്.